ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്നൊരു എപ്സെറ്റിൻ്റെ ഫുഡ് റെസ്റ്റ് എങ്ങനെ സ്പ്ലെൻഡർ അല്ലെങ്കിൽ CD ഡീലക്സ് ഹീറോ ഹോണ്ട സീരീസിൽ എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ്. ഡയറക്റ്റ് കയറുമെന്ന് ചോദിച്ചാൽ ഡയറക്റ്റ് കയറും. നമ്മൾക്ക് ഇത് ഫ്ലിപ്പ് ചെയ്ത് ബാക്കിലേക്ക് വെക്കാനോ അതുപോലെ തന്നെ ഫ്രണ്ടിൽ വരുന്നത് കറക്റ്റ് പൊസിഷനോ അല്ല, ഒരു ചെറിയൊരു ബെൻഡിലാണ് നമുക്കിത് ഡയറക്റ്റ് ഫിറ്റ് ആണെങ്കിൽ ഇരിക്കുക. അപ്പോൾ ആ ബെൻഡൊക്കെ മാറ്റി കറക്റ്റ് ഡയറക്റ്റ് സ്യൂട്ടാക്കാൻ എങ്ങനെ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. ഒരുപാട് പേര് ഇത് സ്പ്ലെൻഡറിൽ ഇപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട്, അപ്പോൾ അവർക്കൊക്കെ അറിയാം. എന്നാലും കുറേ പേരൊക്കെ അറിയാത്തവർ ചോദിക്കുന്നുണ്ട്, ബ്രോ ഇതെങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ നിലവിൽ ഇതെങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. വണ്ടിയിൽ ഇതിപ്പോൾ നിലവിൽ സ്റ്റോക്കിൽ നമ്മളിതിൽ ഒരു മാറ്റം വരുത്താതെ ഡയറക്റ്റ് സ്യൂട്ടായി കഴിഞ്ഞാൽ എങ്ങനെയാണ് അത് ഇരിക്കണം എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. എന്നിട്ട് പിന്നീട് നമ്മളത് എന്ത് ചെയ്യണം എന്നുള്ളതും ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഫ്രണ്ട് ഫുഡ് റെസ്റ്റ് നമ്മളൊന്നും ചെയ്യാതെ ഡയറക്റ്റ് കയറ്റുമ്പോൾ ഈ ഒരു ബെൻഡ് ഉണ്ട്, നിങ്ങൾ നോക്കിയാൽ അറിയാം. അപ്പോൾ അതെന്താ ചെയ്യേണ്ടതെന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കട്ടിങ് കാണുന്ന ഭാഗത്ത് നിന്ന് ചെറുതായിട്ട് ഗ്രൈൻഡ് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ ഈ അടിഭാഗത്ത് ഈ എൻഡ് നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് കുറച്ച് ഫേസ് ചെയ്യണം. അപ്പോൾ അത് കറക്റ്റ് അളവ് കിട്ടാൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അതുപോലെ തന്നെ ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ ഒന്നും ചെയ്യേണ്ട, ഡയറക്റ്റ് ഫിറ്റാണ്. അലൈൻമെൻറ്റ് കാര്യങ്ങളൊന്നും പ്രശ്നമില്ല, കറക്റ്റ് തന്നെ ആയിരിക്കണത്. പക്ഷേ എന്താ ഒരു പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മടക്കാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെ തന്നെ മതി, മടക്കേണ്ട ആവശ്യമില്ല എന്നുള്ളവർക്ക് ഇതിങ്ങനെ തന്നെ ഫിറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഇത് ഫ്ലിപ്പ് ചെയ്യണമെന്ന് ആവശ്യമുള്ളവർ ഈ ഒരു ഭാഗം ഗ്രൈൻഡ് ചെയ്ത് കളഞ്ഞാൽ സിമ്പിളായിട്ട് നമുക്കിത് നമ്മുടെ സ്റ്റോക്ക് ഫുഡ് റെസ്റ്റ് യൂസ് ചെയ്യണ പോലെ തന്നെ യൂസ് ചെയ്യാം. അപ്പോൾ നിലവിൽ ഹീറോ ഹോണ്ട സ്പ്ലെൻഡർ CD ഡൗൺ CD ഡീലക്സ് അങ്ങനെ വരുന്ന സീരീസിലുള്ള വണ്ടികൾക്ക് വരുന്ന സ്റ്റോക്ക് ഫുഡ് റെസ്റ്റാണിത്. ഈ ഒരു റൗണ്ട് പൈപ്പ് വരുന്നത് ഫ്രണ്ടും, അതുപോലെ തന്നെ ഈ ഒരു സ്ക്വയർ വരുന്നത് ബാക്കുമാണ്. അപ്പോൾ ഇതിൻ്റെ ലെഫ്റ്റും റൈറ്റൊക്കെ ഇതിൽ തന്നെ നമുക്ക് നോക്കിയാൽ അറിയാൻ പറ്റും. അപ്പോൾ നമ്മളിത് ഈ ഒരു അളവിനാണ് നമ്മളിത് കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഈ അളവിന് കട്ട് ചെയ്തെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് കുറച്ച് തേഞ്ഞു പോയത് ഓവലായ സാധനമാണെങ്കിൽ നമ്മൾ ഈ അളവിനെടുത്ത് കഴിഞ്ഞാൽ അതിലും ആ ഒരു പ്രോബ്ലം കാണിക്കും. കറക്റ്റ് പൊസിഷൻ കിട്ടില്ല, ചിലപ്പോൾ ഇങ്ങനെ കുറച്ചിങ്ങനെ ബെൻഡായി നിൽക്കാനുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ അളവ് നോക്കാൻ എടുക്കുന്ന ഫുഡ് റെസ്റ്റ് ഒരു ആവറേജ് കണ്ടീഷൻ ആയിരിക്കണം, തേഞ്ഞ് ഓവലായി പോകാത്ത സാധനമായിരിക്കണം. അപ്പോൾ ഇതാണിപ്പോൾ എഫ്സെഡിൻ്റെ ഫുഡ് റെസ്റ്റ്. ഈ ഒരു സിംഗിൾ പീസ് വരുന്ന അലുമിനിയത്തിൻ്റെ ഫുൾ പീസ് വരുന്നതാണ് എഫ്സെഡിൻ്റെ ബാക്കിൽ വരുന്ന ഫുഡ് റെസ്റ്റ്. അതുപോലെ തന്നെ ഈ റബ്ബർ വരുന്ന ടൈപ്പ് ആണ് ഫ്രണ്ടിൽ വരുന്നത്. അപ്പോൾ ഇതിൽ എഴുതിയിട്ടുണ്ട് ഫ്രണ്ട് റൈറ്റ്, അതുപോലെ തന്നെ ഫ്രണ്ട് ലെഫ്റ്റ്. ഇതിൽ ക്ലിയർ ആവുന്നില്ല, ഇതിൽ ഫ്രണ്ട് ലെഫ്റ്റ് എന്ന് എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിലും എഴുതിയിട്ടുണ്ട്. ഈ ഭാഗത്ത് കാണിച്ചു തരാം. ഈ ഒരു ഭാഗത്ത് എന്താ റൈറ്റ് ലെഫ്റ്റ് കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്ക് വണ്ടിയിൽ വെച്ച് നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഇത് നോർമലി ഈ ഒരു അളവ് നോക്കി കട്ട് ചെയ്യാൻ അറിയുന്നവരാണെങ്കിൽ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ അളവ് അറിയില്ല എന്നുള്ളവരാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ റൈറ്റ് സൈഡിലെ ഫുഡ് റെസ്റ്റിൽ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ പൊസിഷൻ വരിക. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒരു നീളമുള്ള ബോൾട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആ ബോൾട്ട് ജസ്റ്റ് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഇത് അളവറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഈ സൈഡൊന്ന് ജസ്റ്റ് എന്തെങ്കിലും വെച്ചൊരു വയറിട്ടാക്കാം, എന്തെങ്കിലും വെച്ച് ജസ്റ്റ് കെട്ടി വെച്ചാലോ. ഞാനിങ്ങനെ ചെയ്യുന്നില്ല, ഞാൻ ഡയറക്റ്റ് കട്ട് ചെയ്യാനാണ് പോകുന്നത്. അപ്പോൾ ഇതിൽ വ്യത്യാസം വരുന്നത് ഏകദേശം ഉണ്ട്, ഒരു 2 mm വ്യത്യാസമൊക്കെ വരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഈ സൈഡിൽ നിന്നാണ് കട്ട് ചെയ്ത് പോകുന്നത്. അതുപോലെ തന്നെ ഈ ഒരളവിന് കുറച്ച് ഗ്രൈൻഡ് ചെയ്ത് ഇങ്ങനെ പോകും വേണം. അപ്പോൾ ഇത് ചെറിയൊരു വ്യത്യാസമുണ്ട്, ഇത്രയും വ്യത്യാസമുണ്ട്. അത് ഈ ഒരു ചെറിയ വ്യത്യാസം കാണുന്നുണ്ട്. അപ്പോൾ ഇത്രയും ഭാഗം കട്ട് ചെയ്ത് താഴേക്ക് പോയാലാണ് നമുക്ക് ഡയറക്റ്റ് നമ്മുടെ സ്റ്റോക്ക് യൂസ് ചെയ്യുന്ന പോലെ തന്നെ യൂസ് ചെയ്യാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗം ഇങ്ങനെ കട്ട് ചെയ്ത്, അതുപോലെ തന്നെ ഈ എൻഡ് ഭാഗം നമ്മൾ കറക്റ്റ് ഫേസ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്ക് സൈഡ് നമ്മൾ ഈ ഒരു ഭാഗം മാത്രം കട്ട് ചെയ്തു. ഇത് ഞാനിനി സെറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം.
അപ്പോൾ നമ്മളിത് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളിതാണ് കട്ട് ചെയ്ത ഭാഗം ഇതാണ്. ഇതിപ്പോൾ ഇതാ നമുക്ക് ഫ്ലിപ്പ് ചെയ്ത് ബാക്കിലേക്ക് വയ്ക്കണമെങ്കിൽ ബാക്കിലേക്ക് വയ്ക്കുക. അതുപോലെ തന്നെ നോർമലി അതുപോലെ തന്നെ ഈ ഒരു സൈഡും കറക്റ്റായിട്ടുണ്ട്. കറക്റ്റ് ലെവൽ, ബെൻ്റെ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. വീഡിയോ ഉപകാരപ്രദമായെന്ന് കരുതുന്നു. ഉപകാരപ്രദമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യാൻ ശ്രമിക്കുക, സപ്പോർട്ട് ചെയ്യുക.